ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു മൺചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളൊരു ചെറിയൊരു കളറ് മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ച് വന്ന് അതിന് ശേഷം ചിക്കൻ കഴുകിയിട്ട് എടുത്ത് വെച്ച ചിക്കൻ 1 കിലോ ചിക്കനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കറിയാക്കുന്നത്. അപ്പോൾ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടൊരു കുറച്ച് സമയം വെക്കുക, ഒന്ന് ചിക്കനിൽ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരുന്നത് വരെ. അപ്പോൾ അതിന് ശേഷം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം നമ്മൾ എരിവിന് ആവശ്യമായിട്ട് എനിക്ക് ഇവിടെ 1.5 സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിന്. അപ്പം മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി പൊടികളിൽ ഇത് 3 ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടീൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കുക. മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും മല്ലിൻ്റെയും എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ അത് മാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്കാളി ഇടുന്നില്ല കറിയിൽ. അപ്പോൾ ഞാൻ തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അധികം പുളിപ്പില്ല ഈ തൈരിന്, എന്നാൽ പുളിപ്പില്ലാതെയില്ല. അപ്പോൾ തൈരും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ഉണ്ടാവുമല്ലോ, ബിരിസ്ത, അതും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളി മേലെ നിന്ന് ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ്, ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കറിക്ക്, ചിക്കൻ കറിക്കൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് ചെയ്യലുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂണ് ഗരം മസാല, വീട്ടിൽ പൊടിച്ചതാണിത്, ഗരം മസാല ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഓൾറെഡി ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കസൂരി മേത്തി, കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ കറിയിലെല്ലാം കസൂരി മേത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച മിക്സറിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് ചിക്കനും എല്ലാം ഉള്ള വെള്ളമെല്ലാം വന്നു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് സമയം അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അല്ലാന്നുണ്ടെങ്കിൽ സുക്കയ വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്താൽ മതി. ആദ്യത്തെ അത്രയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് കറിയായിട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ഇവിടെ രാത്രി എപ്പോഴും ചപ്പാത്തിയാണ്. അപ്പോൾ കറി ആവുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കെല്ലാം പരത്തിയിട്ട് അവിടെ വെക്കും. എന്നാലേ വേഗം ആവുള്ളൂ എനിക്ക് ചപ്പാത്തി, അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിയും ചൂടോടെ ചുട്ടെടുക്കുന്നുണ്ട്. കറിയും അവിടെ റെഡിയായി. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ചപ്പാത്തി അത്ര ഇഷ്ടമല്ല. ഒരു ജവാരി എന്ന് പറഞ്ഞൊരു ആട്ടുണ്ട്, ജവാരി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിനെക്കൊണ്ട് റൊട്ടി ഉണ്ടാക്കും. അതിൽ എണ്ണയൊന്നും ഇടാണ്ട്, ചപ്പാത്തി പോലെയല്ല, വേറെ ഒരു സംഭവം. അപ്പം എൻ്റെ മക്കൾക്ക് അതിഷ്ടമല്ല. അപ്പോൾ ഇവിടെ 2 വിധം ഉണ്ടാക്കണം. അപ്പോൾ നല്ല അടിപൊളി ചൂടോടെ ചപ്പാത്തിയും ചുട്ടെടുത്ത് നമ്മൾ ചപ്പാത്തി ആദ്യം തന്നെ പരത്തി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേഗം ചുട്ടെടുക്കാൻ പറ്റും. ഇത് കുറേ സമയം വേണം, അല്ലെങ്കിൽ ഒന്ന് പരത്തി പിന്നെ ചുട്ട് ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ ഞാനിവിടെ ലെയർ ചപ്പാത്തിയാണ് ചൂടുക, നമ്മുടെ സിംഗിൾ ചപ്പാത്തിയല്ല. എണ്ണയാക്കിയിട്ട് 3 കോണിൽ മടക്കും. അത് മടക്കി കഴിഞ്ഞാൽ പിന്നെ വട്ടത്തിൽ പരത്തിയെടുക്കും. അപ്പോൾ ഇത് കുറച്ച് കരിഞ്ഞു പോയി. പിന്നെ എനിക്ക് ഈ ഒരു താവ കണ്ട ഇതേ ശരിയാവുള്ളൂ ചപ്പാത്തിയെല്ലാം ചൂടാൻ.
വേറെ ഉണ്ട്, പക്ഷേ എനിക്കിത് ഒരു ഏലായി വരില്ല. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് റൊട്ടി ചുട്ടെടുക്കാം. റൊട്ടി 2 എണ്ണേ ചുടണ്ടുള്ളൂ. ഇത് ജവാരി എന്ന് പറയും, ഇതിൻ്റെ ജവാരിൻ്റെ ആട്ടാന്നാണ് പറയാം. ഗോതമ്പ് ആയിട്ട് അടുത്തൊരു ബന്ധമൊന്നുമില്ല വിചാരിക്കുന്നത്. അപ്പോൾ അത് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കൂ. എന്നിട്ട് നേരിങ്ങനെ പരത്തിയെടുത്തത് താവമ്മലിട്ടിട്ട് ഒരു ഭാഗത്ത് വെള്ളം, കയ്യിൽ വെള്ളം എടുത്തിട്ട് എല്ലാ സൈഡിലും വെള്ളമാക്കി കൊടുക്കണം. ഒരു സൈഡിലും ഡ്രൈ ഇല്ലാണ്ട് എല്ലാ സൈഡിലും വെള്ളം ആക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് മറിച്ചെടുക്കുക. പിന്നെ ഗ്യാസിൻ്റെ മേലെ ഒന്ന് എന്താ ഇപ്പം അതിന് പറയുക, ഇങ്ങനെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ. ഓയിലോ ഉപ്പോ ഒന്നും ഉണ്ടാവില്ല ഇതിന്. ആ ആട്ട ഇങ്ങനെ കുറച്ചിങ്ങനെ കൈയോടിങ്ങനെ പരത്തിയെടുക്കും. എന്നിട്ട് ഇതേപോലെ ചുട്ടെടുക്കും. ജവാരിൻ്റെ റൊട്ടി ഇവിടെ പറയുന്നതിന് ജുവാരി റൊട്ടി. അപ്പോൾ ഇത് റൊട്ടിൻ്റെ ഒരു സൈഡും ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഭാഗം വെന്ത് വന്നു കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഗ്യാസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഫുൾക്ക ചപ്പാത്തി എല്ലാം ആക്കൂലേ, അതേപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മാറ്റിയെടുക്കുക, എല്ലാ പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ റൊട്ടിയും ഇവിടെ റെഡിയായി. ഇതാക്കിയാലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ഥലവും ഗ്യാസെല്ലാം ഇങ്ങനെ പൊടിയെല്ലാം മാറിയിട്ട് ഇങ്ങനെ കുറേ വൃത്തികേടാവും. വേറൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് മറ്റേ സൈഡ് ഗ്യാസിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഇത് വെന്ത് ഇനി ഇതും മാറ്റി വെക്കണം. പിന്നെ 2 റൊട്ടിയും 6 ചപ്പാത്തിയും ആക്കുക രാത്രി. ഇതേപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. നമ്മളെ ചപ്പാത്തി പോലെയല്ല, കൈയോടിങ്ങനെ പൊടിയിട്ടിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കുറേ ഡ്രൈ ആയിട്ടുള്ള പൊടി ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇങ്ങനെ വെള്ളം തടയി കൊടുക്കുന്നത്. അടിഭാഗത്ത് നിറച്ചും പൊടിയാണ് ഉണ്ടാവുക. നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് പരത്തിയെടുത്ത് ഞാൻ പിന്നെ ഇപ്പോൾ ആരും ഒന്നും വിചാരിക്കണ്ട, എനിക്ക് കിച്ചൺ കട്ടൻ്റെ മേലെ വെച്ചിട്ട് ചെയ്താലേ എല്ലാം ഒന്ന് ശരിയാവുള്ളൂ. ആദ്യം തന്നെ കട്ട നല്ല സോപ്പിട്ട് കഴുകി നല്ല ക്ലീനാക്കി എടുക്കും കേട്ടോ. അതിന് ശേഷം ചപ്പാത്തി വരത്തുള്ളൂ. അതിന് ശേഷം പിന്നെ ഇത് ആക്കുള്ളൂ. ഇത് സ്റ്റീലിൻ്റെ താട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇവിടെ. പക്ഷെ എനിക്കെന്താ അറിയില്ല, ചില സംഗതികൾ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് അതല്ലേ ഒരു ഏലായി വരുള്ളൂ. അപ്പോൾ ഇതിവിടെ പരത്തിയെടുത്ത് ഇനി അതും ഇതേപോലെ മേലെ എല്ലാ സൈഡിലും വെള്ളം ആക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഡിന്നർ. ചില സമയത്ത് എനിക്ക് മടിയുള്ള സമയത്ത് ഞാൻ ഇതാക്കൂല, ചപ്പാത്തി മാത്രമേ ആക്കുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ അധികം ഇതിവിടെ വേണം നിർബന്ധം. ഇത് പിന്നെ എൻ്റെ മക്കൾ കഴിക്കൂല. എനിക്കിഷ്ടമാണ്, പക്ഷെ മക്കൾ കഴിക്കൂല. എനിക്ക് ഇടയ്ക്ക് കഴിക്കാനിഷ്ടമാണ്. അപ്പം നമ്മുടെ ചപ്പാത്തിയായി, ചിക്കൻ കറിയായി, ജുവാരിൻ്റെ റൊട്ടിയായി, എല്ലാം ആയി. ഇതൊക്കെ ആയി. അപ്പോൾ ചൂടോടെ തന്നെ എടുക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ. 8:30-9 മണിയാണ് സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ രാത്രിയത്തെ ഭക്ഷണം കഴിക്കും. അപ്പം നല്ല അടിപൊളി ഡിന്നർ ഇവിടെ റെഡിയായി. ജുവാരി എല്ലാം നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുമോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ആക്കി പഠിക്കാൻ വലിയ പണിയാകട്ടാ. എനിക്ക് ആദ്യമൊന്നും ഇത് ശരിയായിട്ടില്ല, പൊട്ടി പോവും. ഇങ്ങനെ താവമ്മലേക്ക് ഇടുന്ന സമയത്ത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടിടുന്ന സമയത്ത് ചപ്പാത്തി പോലെയല്ല, ഇതിനൊരു പറ്റി കുറവാണ്. അപ്പോൾ പൊട്ടിപ്പോവും. അത് പിന്നെ വെള്ളം ഒഴിച്ച് അതിനെ ജോയിൻ്റ് ആക്കി എടുക്കലാണ്. ഇപ്പം ലെവലായിപ്പോയി. ഇങ്ങനെ പൊങ്ങി വരണം. ഇതിലും പൊങ്ങി വരും. ഇതിൻ്റെ കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ രാത്രി ഭക്ഷണം ഇവിടെ റെഡി. ചപ്പാത്തി, ജുവാരിൻ്റെ റൊട്ടി, ചിക്കൻ കറി, അതിൻ്റെ കൂടെ ഞാൻ കുക്കുംബർ മുറിച്ച് വെക്കും. അപ്പോൾ എല്ലാം ആയി. ഇനി നമുക്ക് രാത്രിയത്തെ ഭക്ഷണം കഴിക്കാം. ഞാനിപ്പോൾ കഴിക്കാനെടുത്തത് 2 ചപ്പാത്തി, കുറച്ച് കറി, സാലഡ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ്